ഹായ് എവരി വൺ. ഒരു യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ യാത്രയോട് അമിതമായിട്ടുള്ള ഭ്രമം തോന്നുന്ന വ്യക്തി, പ്രണയം തോന്നുന്ന വ്യക്തിക്ക് ഇപ്പോൾ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് കേരളത്തിൽ നിന്നും ലഡാക്കിലോട്ടുള്ള യാത്ര. കാരണം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ലഡാക്കിലോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഫ്രഷ് സ്നോഫാൾ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. സോ കേരള ടു ലഡാക്ക് യാത്ര ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള എല്ലാ ടിപ്സുകളും നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിനകത്ത് ഘട്ടം ഘട്ടമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കേരള ടു ലഡാക്ക് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോൾഡർ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. സോ ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, നമുക്ക് വീഡിയോയുടെ മെയിൻ പോയിന്റിലോട്ട് തന്നെ വരാം. അതായത് 100% പുരുഷന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ചില പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും ഉദ്ധാരണവും ഉത്തേജകവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലഭ്യമാവാറില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങൾ വരാനുള്ള കാരണം. അതായത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ വർദ്ധിക്കാത്തൊരു സാഹചര്യത്തിൽ, ആവശ്യമായ രീതിയിൽ രക്തപ്രവാഹം നടക്കാത്തൊരു സാഹചര്യത്തിലാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എനർജിയും ഉദ്ധാരണവും ഉത്തേജകവും അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം. അതിനുള്ള പ്രധാനമായി മറ്റു ചില കാരണങ്ങളുണ്ട്. അതായത് ഒരു പക്ഷേ സ്ട്രെസ്സ് എന്ന് തന്നെ പറയാം. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ മറ്റു പിരിമുറുക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഇമോഷണലായിട്ടുള്ള റീസൺസ്, ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവപ്പെടുമ്പോഴെല്ലാം ഇവർക്ക് ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. മാത്രമല്ല മറ്റു ചില വ്യക്തികൾക്ക് വരുന്ന രോഗങ്ങളുണ്ട്. അതായത് ഹൃദയ സംബന്ധമായ അസുഖം, അതെറോസ്ക്ലിയറോസിസ് പോലുള്ള അസുഖം, അതോടൊപ്പം തന്നെ ആൻജൈന പെക്ടോറിസിസ് പോലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം വരുന്നവർക്കും, കൂടാതെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ് പോലുള്ള അസുഖവും, അതായത് ഷുഗർ രോഗികളും, കൂടാതെ തന്നെ മദ്യപാനം, പുകവലി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. സ്വന്തം ജീവിതത്തിൽ അർദ്ധരാത്രിയിലായിട്ട് പോലും, അല്ലെങ്കിൽ ഒരു ഉറങ്ങാനുള്ള സമയമായിട്ട് പോലും ഉറങ്ങാത്ത ഒരു സമയം ബുദ്ധിമുട്ട് ഡെയിലി സംഭവിക്കുമ്പോൾ, മാത്രമല്ല മറ്റു ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഹെർബൽ റെമഡിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ഏകദേശം 4-5 ഇൻഗ്രീഡിയൻസുകൾ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസിനും 1 by 1 ആയിട്ട് അത് എടുത്ത് അതിൻ്റെ ഉപയോഗം തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഉപയോഗം പരിശോധിക്കുമ്പോൾ നമുക്ക് അത് ഏത് രീതിയിലാണ് അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് ജിഞ്ചർ എന്നുള്ളതാണ്. അതായത് ഇഞ്ചി. ലിംഗത്തിലോട്ടുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ജിഞ്ചർ ചെയ്യുന്നത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ നല്ല രീതിയിലുള്ള ഒരു എനർജിയും ശരീരത്തിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒരു കോമ്പൗണ്ടാണ്. രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും നമുക്ക് വേണ്ട ഒരു കോമ്പൗണ്ടാണ് വാട്ടർമെലൻ്റെ പുറത്തുള്ള തൊലിഭാഗവും അതോടൊപ്പം തന്നെ വാട്ടർമെലൻ്റെ ഉൾഭാഗവും. വാട്ടർമെലൻ്റെ തൊലിഭാഗത്തിനകത്തും ഉൾഭാഗത്തിനകത്തും അടങ്ങിയിട്ടുള്ള സിട്രുലിൻ എന്നുള്ള പ്രൊഡക്റ്റ് അത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഉദ്ധാരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നുണ്ട്. മാത്രമല്ല അനവധി ആൻറ്റി ഓക്സിഡൻറ്റ് പോലുള്ള അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് പോലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വാട്ടർമെലൻ്റെ സ്കിന്നും അതോടൊപ്പം തന്നെ വാട്ടർമെലൻ്റെ ഇൻസൈഡിലായിട്ടുള്ള ആ ഫ്രൂട്ട് ഭാഗവും. സോ വാട്ടർമെലൻ നല്ലൊരു ചോയ്സാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. നാലാമതായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ബനാന. ബനാനക്ക് അകത്ത് അടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫൻ എന്നുള്ള കോമ്പൗണ്ട് മൂഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറാട്ടോണിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നുണ്ട്. ഈ ട്രിപ്റ്റോഫൻ എന്നുള്ളത് ഒരു അമിനോ ആസിഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ട്രിപ്റ്റോഫൻ എന്നുള്ളത് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറാട്ടോണിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നുണ്ട്. ഓക്കെ, ഇനി ഫൈനലായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ, അതായത് ലിംഗത്തിലോട്ടുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നത്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടിയിട്ടും മാത്രമല്ല ഒരു എനർജി ലഭ്യമാകാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്.
ഓക്കെ, നാം മുമ്പ് പറഞ്ഞിട്ടുള്ള ആ 5 കോമ്പൗണ്ടുകൾ, അതായത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ജിഞ്ചർ, വാട്ടർമെലൻ്റെ തൊലിഭാഗവും അകഭാഗവും, അതോടൊപ്പം തന്നെ ബനാന, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, ഈ 5 കോമ്പൗണ്ടുകൾ ഉപയോഗിച്ച് നാം ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യണം. ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് മുമ്പ് നാം പറഞ്ഞ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കണ്ടെത്തുന്നത്. അതായത് ഉദ്ധാരണം ലഭിക്കാൻ വേണ്ടിയിട്ടും ഉത്തേജനം ലഭിക്കാൻ വേണ്ടിയിട്ടും എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടും നാം ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യണം. അതിനാദ്യം തന്നെ വേണ്ടത് ഈ 5 കോമ്പൗണ്ടുകൾ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ വേണ്ടത് ഒരു മിക്സിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മിക്സി എടുത്ത് കഴിഞ്ഞ് അതിനകത്തോട്ട് സ്ലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ജിഞ്ചറിൻ്റെ 8 പീസ്, അതോടൊപ്പം തന്നെ 1 കപ്പ് വാട്ടർമെലൻ്റെ തൊലി ഭാഗം, അതോടൊപ്പം തന്നെ 2 കപ്പ് വാട്ടർമെലൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്രൂട്ട് ഭാഗവും, കൂടാതെ തന്നെ ഒരു ബനാന അതും കട്ട് ചെയ്ത് അകത്തോട്ടിട്ടതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഏകദേശം ഒരു 45 ml ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് മിക്സിയിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊരു ഗ്ലാസ്സിലോട്ട്, ആ ജ്യൂസ് അരിച്ചെടുത്തൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി അതിന് മുമ്പ് 20 മിനിറ്റ് ബന്ധപ്പെടാൻ പോകുന്നതിന് മുമ്പ്, വീണ്ടും പറയുന്നു 20 മിനിറ്റ് ബന്ധപ്പെടാൻ പോകുന്നതിന് മുമ്പ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു എനർജി ലഭ്യമാവുന്നതാണ്, നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭ്യമാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്